ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 33-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 45 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ദേവാലയ ശുദ്ധീകരണം, അതാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട്. ദേവാലയ ശുദ്ധീകരണം നമ്മൾ പലയാവർത്തി ധ്യാനിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. ഈ ദിവസം ഈ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് വേളാങ്കണ്ണി ദേവാലയമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേളാങ്കണ്ണി ദേവാലയം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാത്തലിക് ന്യൂസൊക്കെ ഫോളോ ചെയ്തവരാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പരാമർശമാണ്. അതായത് വേളാങ്കണ്ണിയിൽ കാലാകാലങ്ങളായി നിലനിന്നിരുന്നൊരു നേർച്ച, ഒരു പ്രത്യേകതരം നേർച്ച നിർത്തലാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ്. അത് അവിടുത്തെ വൈദികർ ഒന്നിച്ച് ചേർന്നെടുത്ത തീരുമാനമാണ്. അതിനൊരു കാരണമുള്ളത് വത്തിക്കാനിലേക്ക് പോയ കത്തുകളും വത്തിക്കാനിൽ നിന്ന് വന്ന നിർദ്ദേശമൊക്കെ ഇതിൻ്റെ ബാധകമായിട്ടുണ്ട്. അതായത് പ്രദേശത്തെ അനാചാരങ്ങൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു കയറാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരം കടന്നു കയറിയ അനാചാരങ്ങളിൽ നിന്നും ദേവാലയത്തെ സ്വതന്ത്രമാക്കുക, അല്ലെങ്കിൽ അത് ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കുന്നൊരു കത്താണത്, വത്തിക്കാനുള്ളൊരു കത്ത്. അതും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യപ്പെടുകയുണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കാലാകാലങ്ങളായിട്ട് അവിടെ നിലനിന്നിരുന്നത്. നമ്മളൊക്കെ ദേവാലയത്തിൽ പോയപ്പോൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ ഈ പ്രധാന പള്ളിയുടെ ദേവാലയത്തിൻ്റെ സമീപത്തായിട്ട് ഗ്രില്ലിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്ന കുറേ പൂട്ടുകൾ, ഇങ്ങനെ നല്ല വിവാഹം നിത്യം നിലനിൽക്കാനായിട്ടൊക്കെ വേണ്ടി ഉള്ളൊരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടൊക്കെ പൂട്ടിയിട്ട പൂട്ടുകളുണ്ട്. കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ലഭിച്ചതിന് നന്ദി സൂചകമായിട്ടൊക്കെ ഉള്ള തൊട്ടിലിൻ്റെ നേർച്ചയുണ്ട്. നല്ല വിവാഹത്തിന് വേണ്ടിയുള്ള താലിമാല, മഞ്ഞച്ചരട് കൊണ്ടുള്ള താലിമാല നേർച്ചയായിട്ടുണ്ട്. അങ്ങനെ പലതരം ആചാരങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. മറ്റേതെങ്കിലും മതങ്ങളിൽ നിന്നൊക്കെ കടമെടുത്തതെന്ന് പറയാവുന്ന ചില ആചാരങ്ങൾ നമുക്കിത് പറയാം. അങ്ങനെ കടമെടുത്തു എന്നതിൻ്റെ പേരിലല്ല യഥാർത്ഥത്തിൽ ഇത് വിമർശിക്കപ്പെടുകയോ ഒഴിവാക്കാനായിട്ട് ആവശ്യപ്പെടുകയോ ചെയ്യുന്നത്. നമ്മൾ ഓർക്കേണ്ടത്, ഈ നേർച്ച ഒരു കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷ ഭാഗത്ത് 19-45 ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. കർത്താവ് ഈശോ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് എല്ലാ കച്ചവടക്കാരെയും അവിടെ നിന്നും പുറത്താക്കി. ബലൂൺ വിൽക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല ഈ പറയുന്നത്. ബലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലവിധ കച്ചവടങ്ങളെയും ഒഴിവാക്കി എന്നുള്ളതാണ്. നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിച്ചു, പ്രാവുകളെ വിൽക്കുന്നവർ അവിടെ നിന്നും അതിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ അത്തരത്തിലുള്ള കച്ചവടങ്ങളെല്ലാം പുറത്താക്കി എന്നുള്ളതാണ്. കള്ളനാണയങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഈ റോമൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭരണം നിലനിൽക്കുന്നൊരു കാലഘട്ടത്തിൽ അവിടെ ഉപയോഗിച്ചിരുന്നത് വിജാതീയ ദേവൻ്റെ അല്ലെങ്കിൽ സീസർ ചക്രവർത്തിമാരുടെ ചിത്രമൊക്കെ അലങ്കരിച്ച നാണയങ്ങളായിരുന്നു. അതൊരു കാരണവശാലും ദേവാലയ ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കാൻ പാടില്ല. അത് ഈശോൻ ഇത് പറയുന്നുണ്ട്, സീസണുള്ളത് സീസൺ കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ നാണയം മാറ്റി ദേവാലയ ഭണ്ഡാരത്തിൽ യോജിച്ച രീതിയിലുള്ള ഹെബ്രായർ ഉപയോഗിക്കുന്ന, ഇസ്രായേലിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള നാണയങ്ങൾ എടുക്കുകയും നാണയങ്ങളായിട്ട് മാറ്റിയെടുക്കുകയും ആ നാണയം മാറ്റുന്നതിൻ്റെ പേരിലൊരു ഭീമമായ തുക നാണയം മാറ്റാനിരിക്കുന്നവർ വശത്താക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു കൊള്ള ലാഭമായിരുന്നു. എന്നിട്ട് ഈ നാണയം ഇടേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെയാണ് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിൽ നാണയമാണോ മാറേണ്ടത്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നാണയം, അല്ലെങ്കിൽ അതിൻ്റെ രൂപവും ലിഖിതവും ഉണ്ടെന്ന് പറയപ്പെടുന്ന നാണയം അത് നീ തന്നെയാണ്. ഉൽപ്പത്തി ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അപ്പം നിന്നെ തന്നെ സമർപ്പിക്കാണ്ട് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ നാണയമൊക്കെ ഇട്ടിട്ട് വലിയ കാര്യമില്ലെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അവിടെ ഉണ്ട്. മാത്രമല്ല, ഇതും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള സകലമായ കച്ചവടങ്ങളെയും ഒഴിവാക്കുക എന്നുള്ളത് ഈശോയുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, നമ്മുടെ എല്ലാ രൂപതകളിലും, ഒട്ടുമിക്ക ദേവാലയങ്ങളിലും, പ്രധാനമായും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ഈ കച്ചവടങ്ങളായി മാറിയ നേർച്ചകൾ നിരവധിയായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കച്ചവടങ്ങളായി മാറിയ നേർച്ചകൾ, സാധാരണ കാലാകാലങ്ങളായി ചെയ്തു വരുന്ന നേർച്ചകളുമുണ്ട്. അതിന് വലിയ ലാഭത്തിന് വേണ്ടി അല്ല എന്നവർ പറയുമ്പോൾ പോലും, ഒരു 10 രൂപയുടെ നേർച്ചയല്ലേ ഇത്, ഇതിനവൻ്റെ ലാഭമൊന്നും പിന്നെ കിട്ടാനില്ല എന്ന് പറയുമ്പോൾ പോലും 10 രൂപ ആണെങ്കിലും ആയിരക്കണക്കിന് മനുഷ്യർ വന്നു പോകുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒരാൾ 10 രൂപ വെച്ച് നേർച്ചയിടുമ്പോൾ വരുന്ന വലിയ ഭീമമായ തുകയും ലാഭവും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ നേർച്ചകൾ നിലനിർത്തുന്നതെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള പലതരം നേർച്ചകൾ ഈ വർഷങ്ങൾക്ക് മുമ്പ് വരാപ്പുഴ രൂപതയിൽ ഒരു പള്ളിയിൽ, ഏതോ ഒരു പള്ളിയിൽ ഇങ്ങനെ തൊട്ടിൽ നേർച്ച എന്ന് പറയുന്നത് നേർച്ച പുതുതായി തുടങ്ങിയെന്നും അന്ന് അവിടുത്തെ മെത്രാനായിരുന്ന ഡാനിയൽ അച്ചാവരം പിതാവ് അത് നിശ്ചിതമായി വിമർശിച്ച് നിർത്തലാക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്ത ഒരു കാര്യം ഞാൻ ഓർത്തെടുക്കുകയാണ്. ഇങ്ങനെ സെമിനാരിൽ പഠിച്ച കാലഘട്ടത്തിലാണ്, വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിക്ക രൂപതകളിലും ഇത്തരത്തിലുള്ള നേർച്ചകൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. വെളിപാട് കിട്ടിയ രീതിയിലൊക്കെയാണ്. വൈദികർക്കും അൽമാർക്കും ഒക്കെ
ഔസേപിതാവോ മറിയോ ഒക്കെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നിർദ്ദേശിച്ച നേർച്ചകളെന്ന രീതിയിലൊക്കെയാണ് പലരും നേർച്ചകൾ തുടങ്ങുന്നത്. വ്യത്യസ്തങ്ങളായുള്ള തിരി കത്തിച്ചുള്ള പ്രാർത്ഥനകൾ, വിളക്ക് കത്തിച്ച് വിളക്കും എടുത്തുകൊണ്ട് നടന്നുകൊണ്ടുള്ള പ്രാർത്ഥനകൾ, തൊട്ടിൽ കെട്ടിയുള്ള പ്രാർത്ഥനകൾ, വാള് നേർച്ച, കുന്ത നേർച്ച, അല്ലെങ്കിൽ അമ്പ് നേർച്ചയൊക്കെ ട്രഡീഷണലാണ് എന്ന് പറഞ്ഞാൽ പോലും എന്താണ് ഈ നേർച്ചകളുടെ പ്രശ്നം? ഈ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കച്ചവടമായിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നം. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ആധ്യാത്മിക പ്രശ്നം ഇതിലുണ്ട്. കാരണം ചില നേർച്ച കാഴ്ചകൾ, ഇപ്പോൾ മുട്ടിലെഴിയുന്നു അല്ലെങ്കിൽ മുൾമുടി വെച്ചുകൊണ്ട് പോകുന്നൊക്കെ പറയപ്പെടുന്ന ചില നേർച്ചകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ ചിന്തിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്. കുറച്ച് ഒരുക്കവും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള കുമ്പസാരം എന്ന കുദാശയെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഈ നേർച്ചകൾ മതിയാകുമെന്നൊക്കെ ചിലർ ചിന്തിച്ചു പോകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, കൂദാശകൾ എന്ന് പറയപ്പെടുന്നത് ഈശോമിശിഹാ സ്ഥാപിച്ചത് നമ്മുടെ ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം നൽകുന്ന ആ ദൈവവരപ്രസാദം അദൃശ്യമാണ്. അതിൻ്റെ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. അത് ഈശോമിശിഹാ സ്ഥാപിച്ചതാണ്. ഈ മറ്റ് പ്രാർത്ഥനകൾ, വെഞ്ചരിപ്പുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ പുൽക്കൂട്, അല്ലെങ്കിൽ ജപമാല, കാശുരൂപം, ആശീർവാദ കർമ്മങ്ങൾ, കുരിശിൻ്റെ വഴി, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സാക്രമെൻ്റൽസ് എന്നാണ് പറയുന്നത്. സാക്രമെൻ്റ് എന്നല്ല, സാക്രമെൻ്റൽസ് അഥവാ കുദാശ അനുകരണങ്ങൾ. ഇത് ആത്മാവിനെയൊക്കെ വിശദീകരിക്കാൻ സഹായമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള രീതിയിൽ സഹായമാകുന്ന രീതിയിൽ കത്തോലിക്ക തിരുസഭ തുടങ്ങിയെന്ന് പറയപ്പെടുന്ന കാര്യങ്ങളാണ്. അതിനെ കുദാശ അനുകരണങ്ങൾ എന്ന് പറയുന്നത്. അത് കുദാശകളല്ല. ഇപ്പോൾ ഇത് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഈ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതല്ലാത്തതായും ഉള്ള ഭക്തകൃത്യങ്ങളുണ്ട്. ഇത്തരത്തിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെയുള്ള ചില ഭക്തകൃത്യങ്ങൾ. അതിങ്ങനെ തുടങ്ങിയത് എന്തിനെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായും അതിൻ്റെ മോട്ടീവും പണം തന്നെ. പണമാണ് അതിൻ്റെ മോട്ടീവ് എന്നുള്ള കാര്യം മാറ്റി വയ്ക്കാം. രണ്ടാമത്തെ കാര്യമാണ് അതിനേക്കാൾ പ്രശ്നമുള്ളത്. അതായത് ഒരുപക്ഷെ കുർബാനയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട മനുഷ്യൻ അതിൽ നിന്ന് മാറി ഈ നേർച്ചകളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഈ നേർച്ചകൾ പാലിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും, എനിക്ക് അനുഗ്രഹം കിട്ടും എന്നൊക്കെ അയാൾ ചിന്തിച്ചു തുടങ്ങിയാൽ. പക്ഷേ ഈ നേർച്ചകൾക്കേക്കാൾ പ്രധാനപ്പെട്ട കുമ്പസാരവും കുർബാനയും അയാൾ വിട്ടുകളയുകയും ചെയ്യുന്നു. അതാണ് ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഇപ്പോൾ ഈ ഫോക്കസ് മാറ്റിക്കളയുന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട്. നേർച്ചകളിൽ പ്രാധാന്യം കൊടുത്തു വരുമ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുമ്പസാരം കുർബാനയൊക്കെ മറന്നു പോകാനുള്ളൊരു, അല്ലെങ്കിൽ ഒഴിവാക്കി കളയാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത്തിരി മെനക്കേടും ഇത്തിരി സമയവും ഒരുക്കവും ഒക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ കുദാശകൾ എന്ന് പറയുന്നത്. പക്ഷേ നേർച്ചകൾക്ക് അത് അത്രയും ആവശ്യമില്ല താനും. അപ്പം അങ്ങനെ അതിലേക്ക് പോവുകയാണ്. അടിസ്ഥാനപരമായി കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന കൃപയേക്കാൾ വലിയ കൃപ ഒരിടത്തുനിന്നും കിട്ടാൻ പോകുന്നില്ല. അത് വ്യക്തമായൊരു പഠനമാണ്. ഒരിടത്തുനിന്നും അതിനേക്കാൾ വലിയ കൃപ കിട്ടാൻ പോകുന്നില്ല. ഒരു നേർച്ചയിൽ നിന്നും അതിനേക്കാൾ വലിയ കൃപ. അതുകൊണ്ട് തന്നെ ചില നേർച്ചകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ്. ഈ നേർച്ച പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോഴും പ്രാധാന്യം കിടക്കുന്നത് നേർച്ചയ്ക്കാണ്. നേർച്ച പൂർത്തീകരിക്കുന്നില്ല, കുർബാനയ്ക്കും കുമ്പസാരത്തിനുമല്ല. അതല്ല പ്രധാനം. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഈശോ മിശിഹാ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിച്ചു തന്നിരിക്കുന്ന ജ്ഞാനസ്നാനം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അതിൻ്റെ രക്ഷയ്ക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, കുർബാന സ്വീകരണം. അതിനുള്ള ഒരുക്കം കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന രക്ഷ, അനുഗ്രഹം, കൃപ, സൗഖ്യം, ശാന്തത, സ്വസ്ഥത, ഈ പറയപ്പെടുന്ന കാര്യങ്ങളെ നൽകുവാനായിട്ട് ഒരു നേർച്ചയ്ക്കും സാധിക്കില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നേർച്ചകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, വീണ്ടും വീണ്ടും നേർച്ചകൾ ഉണ്ടാകുന്നു. നേർച്ചകളില്ലാത്ത പള്ളികളിൽ പുതിയ നേർച്ചകൾ ഉണ്ടാകുന്നു. ഉള്ള പള്ളികളിൽ ഒരു നേർച്ചയ്ക്ക് മുകളിൽ വീണ്ടും ഒരു നേർച്ച കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ നേർച്ചകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ആളുകൾക്കും താല്പര്യമാണ്, നേർച്ച കാഴ്ചകളൊക്കെ ചെയ്യുന്നതിന് താല്പര്യമാണ്, അതിനു വേണ്ടി പണം മുടക്കുന്നതിന് മടിയുമില്ല. പക്ഷെ പണം മാത്രമല്ല എൻ്റെ വിഷയം. കൃത്യമായ രക്ഷയുടെ മാർഗ്ഗങ്ങളെ വിസ്മരിച്ചു പോകുന്നുള്ളൊരു വലിയ പ്രശ്നം ഇവിടെ ബാക്കി കിടപ്പുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈശോയുടെ കാലഘട്ടത്തിൽ തകർത്തെറിയാൻ ശ്രമിച്ചൊരു ചട്ടക്കൂടുണ്ടായിരുന്നു, ഒരു നേർച്ചയുടെ രീതികളുണ്ടായിരുന്നു. ഇവൻ നമ്മളിന്ന് വായിച്ച ഈ സുവിശേഷ ഭാഗം, ഇതിൻ്റെ പശ്ചാത്തലമായി മാറിയ സുവിശേഷ ഭാഗം പോലും ദേവാലയ ശുദ്ധീകരണം എന്ന് പറയപ്പെടുന്ന കാര്യത്തിൽ ഈശോ ഇടപെടുമ്പോൾ അതിൽ പല കാരണങ്ങളുണ്ടെങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അർത്ഥശൂന്യമായ നേർച്ചകളെ തച്ചുടച്ച് കളയുക എന്നുള്ളതാണ്. ഏവരുടെ പുസ്തകത്തിലൂടെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട നേർച്ചകൾ, അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ട വിശ്വസ്തതയും നീതിയും കരുണയും ഒക്കെ വിസ്മരിച്ച് കളഞ്ഞിട്ട് ഏറ്റവും ചെറിയ ദശാംശമായ തുളസിയുടെയും ചതകുപ്പിയുടെയൊക്കെ ദശാംശം പോലും കൊടുക്കുന്ന മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിന് പ്രാധാന്യം കൊടുക്കുമ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് വിട്ടുകളഞ്ഞു എന്നുള്ളൊരു വലിയ ആത്മീയ പരാജയത്തിലാണ്
നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈശോ മത്തായിയുടെ സുവിശേഷം 23:23 നടത്തുന്നുണ്ട്. അങ്ങനെ കൃത്യമായി ഈശോ ഓർമ്മിപ്പിക്കുക. ഇപ്പോൾ ദേവാലയ ശുദ്ധീകരണം എന്ന് പറയപ്പെടുന്ന ഈ സുവിശേഷത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് എന്തിനെന്ന് ചോദിക്കുമ്പോൾ അന്ന് പള്ളിയെ ചുറ്റിപ്പറ്റി നിലനിന്നിരുന്നതുമായ അനാചാരങ്ങളെന്ന് തന്നെ പറയാവുന്ന നേർച്ച കാഴ്ചകൾ, അന്നത്തെ മനുഷ്യർ വലിയ പ്രാധാന്യത്തോടും ഗൗരവത്തോടും ഭക്തിയോടും കൂടി അനുഷ്ഠിച്ചിരുന്ന നേർച്ച കാഴ്ചകൾ തകർത്തെറിഞ്ഞ് കളഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുക. ഈ പെസഹകാലത്തിലൂടെ ഇത് വിശുദ്ധവാരമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കുരിശും ഈശോയുടെ രൂപങ്ങളും വിശുദ്ധരുടെ രൂപങ്ങളും എല്ലാം നമ്മൾ തുണി ഉപയോഗിച്ച് മറയ്ക്കാറുണ്ട്. കറുത്തയോ അല്ലെങ്കിൽ വയലറ്റ് നിറത്തിലുള്ള തുണി ഉപയോഗിച്ച് മറയ്ക്കാറുണ്ട്. എന്തിനെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാരണങ്ങൾ അതിൻ്റെ ദൈവശാസ്ത്രപരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇനി ശ്രദ്ധ മുഴുവൻ കുർബാനയിലായിരിക്കണം. കുർബാനയല്ല ശ്രദ്ധിക്കേണ്ടത്, ഈശോയല്ല ശ്രദ്ധിക്കേണ്ടത്, മറ്റാരും വിശുദ്ധരെ ശ്രദ്ധിക്കാൻ പാടില്ല, ഈശോയുടെ തന്നെ തിരുസ്വരൂപത്തെയും ശ്രദ്ധിക്കാൻ പാടില്ല. അതെല്ലാം പ്രതീകങ്ങൾ മാത്രമാണ്. പക്ഷേ യഥാർത്ഥ സാന്നിധ്യം ദിവ്യകാരുണ്യമാണ്. കുമ്പസാരവും കുർബാനയുമാണ് ശ്രദ്ധിക്കേണ്ടത്. കുമ്പസാരവും കുർബാനയും തിരുവചനവും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകേണ്ടത്. അതിനേക്കാൾ വലിയ നേർച്ചകളൊന്നും വേറെ ഇല്ല. പക്ഷേ ചില വൈദികർ അവർക്ക് കിട്ടിയ വെളിപാടിൻ്റെയൊക്കെ പേരിൽ പുതിയ നേർച്ചകളെ പരിചയപ്പെടുത്തിക്കൊണ്ടും നേർച്ചകൾ ഇങ്ങനെ അതിനെ ഒരു മോഡിഫൈ ചെയ്തൊക്കെ അവതരിപ്പിച്ചുകൊണ്ടും മനുഷ്യൻ്റെ ശ്രദ്ധയെ തെറ്റിച്ച് കളയുകയാണ്. കർത്താവിങ്കിലേക്ക് ചെന്നെത്തുവാനായിട്ട് ഉള്ളൊരു തടസ്സം നിൽക്കുന്ന ഫരിസേയരുടെയൊക്കെ ഒരു കുറച്ചൊക്കെയുള്ള ഈശോ നടത്തുന്നൊരു വിമർശനം ഉണ്ടല്ലോ. ആ വിമർശനം തന്നെ നമുക്ക് ഇവിടെയും ഈശോ ആവർത്തിക്കുമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നേർച്ചകൾ നല്ലതാണെന്നും ഈ നേർച്ചയിലൂടെയാണ് എനിക്ക് അനുഗ്രഹം കിട്ടിയതെന്നും സൗഖ്യം കിട്ടിയതെന്നും ഒക്കെ പറയുന്ന അനേകം വിശ്വാസികളുണ്ട്. അവരുടെ വിശ്വാസത്തെ തള്ളിപ്പറയുകയല്ല, പക്ഷെ അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഫലമാണ്, നേർച്ചയുടെ ഫലമല്ല. ആ നേർച്ച ഇല്ലായിരുന്നെങ്കിൽ പോലും ഒരു നല്ല കുമ്പസാരം നടത്തി കുർബാന സ്വീകരിക്കുമ്പോൾ നിനക്ക് ദൈവം നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന കൃപയാണ് എന്നുണ്ടെങ്കിൽ അത് ദൈവം തരിക തന്നെ ചെയ്യും. അതിന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന പ്രകടനം മാത്രമാണ് ഈ കാര്യങ്ങളെന്നൊക്കെ പറയപ്പെടുന്നത്. ഇപ്പം നേർച്ചകളുടെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേർച്ചയ്ക്ക് കാരണമായി ഉപയോഗിച്ചിരുന്ന നാണയങ്ങളെയൊക്കെ മറിച്ചുകളെ നാണയമാറ്റക്കാരുടെ മേശകളെ തട്ടിമറിച്ച് കളയുകയും പ്രാവുകളെ എടുത്തുകൊണ്ട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത് ഈശോ ഇടപെടുന്ന ഈ വളരെ ദേഷ്യത്തോടു കൂടിയൊക്കെ ഇടപെട്ടു എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഇടപെടൽ പല കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ആത്മീയം, ഭൗതികം, സാമ്പത്തികം, സാമൂഹികം എന്നൊക്കെ രീതിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പല കാരണങ്ങൾ നമുക്കതിൽ വായിച്ചെടുക്കാണ്ട് സാധിക്കും. അതിൽ ഈ വളരെ റിലവൻ്റ് ആയ ഒരു കാരണം, ഇക്കാലഘട്ടമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്നൊരു കാരണം എന്ന് പറയുന്നത് ഈ നേർച്ചകളെയൊക്കെ ഈശോ അടിച്ച് പുറത്താക്കി എന്നുള്ളതാണ്. റോമൻ ഭരണകൂടത്തിൻ്റെ വാഴ്ച നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിൽ അവരുടെ നാണയം സീസർ ചക്രവർത്തി, സ്വയം ദൈവമായി പ്രഖ്യാപിച്ച സീസർ ചക്രവർത്തിമാരുടെ ചിത്രമുള്ള നാണയങ്ങൾ ദേവാലയ ഭണ്ഡാരത്തിൽ ഇടുന്നത് തന്നെ വലിയൊരു പാപമാണെന്ന് കരുതിയിരുന്നതിൻ്റെ പേരിൽ ആ നാണയം വെച്ചിട്ട് അതിന് പകരം ഇസ്രായേലിയർക്ക് ഉപയോഗിക്കാവുന്ന നാണയങ്ങൾ അതിൽ നിക്ഷേപിക്കണമെന്ന നിർദ്ദേശവുമായി ബന്ധപ്പെട്ടാണ് ഈ നാണയമാറ്റക്കാരുടെ മേശയൊക്കെ ജെറുസലേം ദേവാലയത്തിൻ്റെ മുറ്റത്ത് വരുന്നത്. അങ്ങനെ അവിടെ നാണയം മാറ്റിയെടുത്ത് റോമൻ നാണയം മാറ്റി ഇസ്രായേലിയുടെ നാണയമാക്കിയിട്ട് അത് ഭണ്ഡാരത്തിലിടുന്നൊരു രീതിയായിരുന്നു നാണയമാറ്റക്കാരുടെ മേശ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈശോ ആ മേശ തട്ടിമറിച്ച് കളയുമ്പോഴത്തേക്ക് അതിനർത്ഥം ഈ ഒരു നാണയവും ആവശ്യമില്ല, സീസറിൻ്റെ രൂപവും ലിഖിതവും പതിപ്പിച്ച നാണയം സീസറിനുള്ളതാണെന്ന് ഈശോ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാണയം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയും പ്രകാരം അത് നീ തന്നെയാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുക. ഒരു നാണയവും അല്ല, നിന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാനുള്ള മനസ്സിനെക്കൊണ്ടോ. കർത്താവിന് ആരുടെയും കാശ് വേണ്ട, കാശിട്ടുകൊണ്ട് കർത്താവ് കൃപ തരാനായിട്ട് പോകുന്നില്ല. അതിന് പകരം നിന്നെ തന്നെ സമർപ്പിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ഇക്കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ നമ്മുടെയൊക്കെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇടവക ദേവാലയത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ രൂപതയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഈ നേർച്ചകളെ മുഴുവൻ അസാധുവായി പ്രഖ്യാപിച്ചിട്ട് അതെല്ലാം തേച്ച് മായ്ച്ച് കളയണമെന്നുള്ളതല്ല. അതല്ല പ്രധാനപ്പെട്ടതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പങ്കുവെച്ചത്. കുറേ കൂടി കുമ്പസാരത്തിലും കുർബാനയിലും തിരുവചനത്തിലുമൊക്കെ ആശ്രയം അർപ്പിച്ചുകൊണ്ട് ദൈവം നൽകുന്ന രക്ഷയും കൃപയും കൈപ്പറ്റുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പകരം നേർച്ചകളുടെ പിന്നാലെ പരക്കം പായുന്നതും
അത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതുമൊക്കെ അത്ര കണ്ട് പ്രധാനപ്പെട്ടതല്ലെന്നുള്ള ബോധ്യത്തിൽ അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈശോയോട് ചേർന്ന് നിൽക്കാം. ആ ദേവാലയ ശുദ്ധീകരണം നമ്മുടെ ദേവാലയങ്ങളിലും സാധ്യമാകട്ടെ, നമ്മളിലും സാധ്യമാകട്ടെ.